ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ FBയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോകുന്ന ടൈമിൽ ഒന്ന് കയറി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ ചാനലിൽ പോയി നോക്കാനും മറക്കരുത്. DIY ഗേൾ അനു. അപ്പോൾ ഇതാ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ്സ് കേട്ടോ. ഇതാ ഒരേപോലത്തെ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസും. ഇപ്പോൾ ഇതെന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഫ്ലവർ വേസിൻ്റെ താഴത്തെ പോർഷനാണ് ചെറിയ പീസ്, പിന്നെ 4 സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് 4 പീസും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വെച്ച് കാണിക്കാം. ഒന്നും വലിയ സിമ്പിളാണ്. ഇതേപോലെ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. നമുക്ക് നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവർ വേസ് കേട്ടോ ഇത്. അപ്പോൾ ഇനിതാ ഞാനിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഫെവിബോണ്ട് യൂസ് ചെയ്യാം, ഫെവിക്വിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് പിടിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ തന്നെ 4 സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. ഓരോ തവണയും ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് പിടിച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് വിട്ടിട്ട് പോകരുത്. അപ്പോൾ സിമ്പിളാണ് പരിപാടി. ഇതാ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത്തിരി വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടി മാത്രമാണ്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി ഇതിന് മേളിൽ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ടിഷ്യൂ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഈ നോട്ട്ബുക്കിൻ്റെ ഒക്കെ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് ചുരുട്ടുക. നല്ലപോലെ ടൈറ്റായിട്ട് 2-3 വട്ടം അങ്ങ് ചുളുക്കി, വെറുതെ ചുളുക്കി നമ്മൾ ബോൾ പോലെ ആക്കില്ലേ, അതേപോലെ ആക്കുക. അതേപോലെ ആക്കിയിട്ട് അതങ്ങ് വിടുത്തി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്റ്റിഫ്നെസ്സൊക്കെ അങ്ങ് പോകും. ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് അത് വേണമെങ്കിലും ഇതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ടിഷ്യൂ ആകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് മാത്രം. പിന്നെ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും നല്ലപോലെ ഗ്ലൂ തേച്ച് കൊടുക്കണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഗ്ലൂ തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ടിഷ്യൂ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ ഏതെങ്കിലും പോർഷൻ കാണുവാണെങ്കിൽ അവിടെ മേളിൽ നിന്ന് ഗ്ലൂ വെച്ച് തൂത്ത് കൊടുത്താൽ മതി. പിന്നെ ടിഷ്യൂ ഇത്തിരി വെട്ടയായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ തൂത്ത് കൊടുക്കുമ്പോൾ ഇത്തിരി മെല്ലെ തൂത്ത് കൊടുക്കുക. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, നല്ല സൂപ്പറായിരിക്കും. അങ്ങനെ ഇതാ ടിഷ്യൂ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്, അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലായിടത്തും നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കോട്ടൊക്കെ അടിച്ച് നല്ലപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് അടിച്ചിട്ടില്ല, എൻ്റെ പെയിൻറ്റ് തീരാറായിരുന്നു. ഇനി ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടി എടുത്തിരിക്കുന്നത് അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ചെറിയ പീസാക്കി കീറിയെടുക്കുക. എന്നിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കുക. ബോളാക്കി ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഉരുട്ടിക്കോ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇതിനകത്ത് ചുളുക്കം വരണം. ഈ അലുമിനിയം ഫോയിൽ പേപ്പർ നല്ലോണം ചുളുക്കം വരുമ്പോൾ നല്ല ഭംഗിയാണത് കാണാൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അങ്ങനെ ഞാൻ എന്താ കുറേ ബോൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ അതിലൊക്കെ കിട്ടുമല്ലോ ഫോയിൽ പേപ്പർ, അതൊക്കെ കളയാതെ എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കണമെന്നില്ല, പഴയതെടുത്ത് യൂസ് ചെയ്താൽ മതി ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ചെരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെരിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. സ്കെയിൽ യൂസ് ചെയ്യാം. ഞാൻ എന്താ വരച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. എനിക്ക് കാണാം കേട്ടോ. ആ പെൻസിൽ വെച്ചിട്ട് ബ്ലാക്കിലായതുകൊണ്ടാണ് വീഡിയോയിൽ ശരിക്കും കാണാത്തത്. ഇനി ഇതാ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നിറച്ചങ്ങ് ഒട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പർ കയ്യിലില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ പഴയ മാലയുടെയൊക്കെ മുത്തോ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അതല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതാ ഇതേപോലെ ഈ താഴത്തെ പോർഷനും ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. താഴെ ഇത്തിരി ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. ഈ സെയിം ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ ഒട്ടിക്കുന്നുള്ളൂ. ഫുള്ളായിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. ഒരുപാട് ഒട്ടിച്ചങ്ങ് ഓവറാക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അതിനടുത്തൊരു ബെൽ ഐക്കൺ വരും. അതിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിട്ട് പോയാൽ നിങ്ങൾ കണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തേഴ്സ്ഡേ കാണാം. ബൈ, സീ യു, ലവ് യു ഓൾ, താങ്ക് യു.